പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ പോട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഒരു ബലൂണാണ്. അപ്പോൾ ബലൂൺ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂസ് പേപ്പറും പിന്നെ കുറച്ച് വൈറ്റ് ഗ്ലൂവും കൂടെ. അപ്പോൾ വൈറ്റ് ഗ്ലൂവിന് പകരം നമ്മൾ ഫെവിക്കോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫെവിക്കോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഒഴിച്ചെടുക്കുക, അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം കൂടുതലും ഫെവിക്കോൾ കുറച്ചും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ പേപ്പർ നമ്മൾ ആ ഗ്ലൂവിൽ നല്ലവണ്ണം മുക്കിയിട്ട് ബലൂണിൻ്റെ പുറത്ത് നല്ല കട്ടിക്ക് തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ പേപ്പർ ചെറിയ അളവിൽ കീറിയെടുത്ത് നമുക്ക് ബലൂണിൻ്റെ ചുറ്റാതെ മൊത്തം സൈഡും വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കാം. അപ്പം ഇതേ കണക്ക് ഒരു പ്രാവശ്യം ഇതിൻ്റെ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 8 തവണ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുമ്പം നല്ലൊരു കട്ടി കിട്ടും. അപ്പോൾ 8 തവണ മുതൽ എത്ര വേണോ കൂടുതൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ കട്ടിയുണ്ടെങ്കിൽ നമ്മൾ സിമൻറ്റ് ഒഴിക്കാൻ നേരത്ത് അത് പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോവാതിരിക്കും. അപ്പോൾ ഇതേ കണക്ക് 8 തവണ ഞാൻ ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മുകൾ സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഒരു റൗണ്ട് പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മോൾഡ് വയ്ക്കുക. എന്നിട്ട് ആ പാത്രത്തിൻ്റെ അളവിൽ കറക്റ്റ് നമുക്ക് എത്രയാണോ കട്ട് ചെയ്യേണ്ടത് ആ അളവിൽ ഒരു വര അങ്ങ് വരയ്ക്കുക. ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ വര വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്രി ഉപയോഗിച്ച് നമ്മൾ വരച്ചെടുത്ത ഭാഗം നല്ലവണ്ണം കട്ട് ചെയ്ത് മാറ്റിക്കളയാം. കറക്റ്റ് നമ്മൾ വരച്ചേക്കുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതിനകത്തുള്ള ബലൂണിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിസൈഡ് ഒന്ന് ഷേപ്പ് ചെയ്യണം. അത് തറയിലൊന്ന് ഇരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് അകത്തോട്ട് പേപ്പർ ശകലമൊന്ന് മടക്കി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അകത്തോട്ട് തള്ളി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകവും കൂടെ നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് അമർത്തി നല്ലവണ്ണം അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അകത്തോട്ട് ഒരുപാട് കുഴികളൊന്നും കാണില്ല. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ വൈറ്റ് സിമൻറ്റാണ്. വൈറ്റ് സിമൻറ്റും കുറച്ച് വെള്ളവും കൂടെ. അപ്പോൾ വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോൾഡിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ അക സൈഡ് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ആ മോൾഡൊന്ന് നല്ലവണ്ണം കറക്കി കൊടുക്കാം. അപ്പോൾ ഓരോ തവണ ഒഴിക്കപ്പോഴും ഒരു മീഡിയം കട്ടി കിട്ടത്തക്ക രീതിയിൽ കട്ടിക്ക് തന്നെ വൈറ്റ് സിമൻറ്റ് കലക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് കട്ടിയും ആവല്ലേ. നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ബാക്കി എല്ലാ ഭാഗത്തും കറക്കി കൊടുക്കാൻ നേരത്ത് അതിൻ്റെ എല്ലാ സൈഡിലും പറ്റണം. ആ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഒരു ലെയർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ അത് ഏകദേശം നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി അത് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് ഏകദേശം ഒരു 8 തവണ 8 10 തവണ ഓരോ 20 30 മിനിറ്റ് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കട്ടി കിട്ടും. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് 30 മിനിറ്റൊന്നും വേണ്ട, അതിന് മുമ്പേ ഉണങ്ങുമെങ്കിൽ നമുക്ക് അടുത്ത ഓരോ ലെയർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതൊരു 8 തവണ ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അത് ഒരു 10 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റി നമുക്കിനി അതിനെ മൊത്തത്തിലൊന്ന് അതിൻ്റെ പുറത്തുള്ള ആ തടുപ്പെല്ലാം പേപ്പർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളവും 80 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിനെ മൊത്തത്തിലൊന്ന് പേപ്പർ ചെയ്തെടുക്കാം. ഇപ്പോൾ പേപ്പർ ചെയ്തെടുക്കപ്പെടുക അതിനക സൈഡും കൂടെ ഏകദേശം വൃത്തിയാവാത്ത രീതിയിൽ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. അപ്പം വലിയ രീതിയിലുള്ള തടുപ്പ് മാത്രം നമുക്ക് ഒന്ന് പേപ്പർ ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് വരകളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ടിൻ ഷീറ്റിൻ്റെ കറക്റ്റ്
ലെവലുള്ളൊരു സൈഡാണ്. ടിൻ ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും മതിയാവും. ഒരു സൈഡ് നല്ല ലെവലുള്ള ഭാഗം അത് വെച്ച് നമുക്ക് ആണി കൊണ്ട് നല്ലോണം വരയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സാൻഡ് പേപ്പർ നല്ലോണം മടക്കി നമ്മൾ വരച്ച ഭാഗം നല്ലോണം കുഴിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഉണങ്ങുന്നതിന് മുമ്പ് കറക്റ്റ് 8 മണിക്കൂർ ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏത് രീതിയിൽ വേണോ വരകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞാൽ വരകളൊക്കെ ഇടാൻ ഭയങ്കര പാടാണ്. വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് നല്ല ഉണങ്ങിപ്പോയാൽ വരകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം തെളിഞ്ഞ് വരത്തില്ല. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലവണ്ണം വരകളൊക്കെ ഇട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എത്ര പീസുകൾ വേണോ ആ പീസിനനുസരിച്ച് നമ്മൾ ആ പോട്ടിൻ്റെ റൗണ്ടിനനുസരിച്ച് വരകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ മൊത്തം നല്ലവണ്ണം കുഴിച്ച് വരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ പോട്ടിൻ്റെ ചുറ്റാതെ മൊത്തത്തിൽ കറക്റ്റ് വരകളെല്ലാം നല്ല തെളിഞ്ഞ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം കുഴിച്ച് തെളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മോൾ സൈഡ് എല്ലാം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ ആ ഓരോ ഇതളുകളും റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം ചെറിയ കത്തി ഉപയോഗിച്ച് അതിനെ റൗണ്ട് ഷേപ്പ് ചെയ്ത് നല്ലവണ്ണം വെട്ടിയെടുത്തിട്ട് നമുക്ക് അതിനെ പേപ്പറും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം റൗണ്ട് ഷേപ്പും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെ നമ്മൾ കുറേശ്ശെ മുകൾ ഭാഗമെല്ലാം ഓരോ ഇതളുകളും കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കത്തി ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചും കറക്റ്റ് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കുക. പേപ്പറെല്ലാം ചെയ്ത് എല്ലാ ഇതളുകളും നമ്മുടെ വീഡിയോ കാണുന്ന കണക്ക് ഇതേ കണക്ക് തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പമെല്ലാം മാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിസൈഡിൽ കുറച്ച് കുഴിവൊക്കെ ഉണ്ട്, അതിനെ ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് സിമൻറ്റ് കുറച്ച് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് അതിനും കൂടെ ഒന്ന് പേപ്പർ ഇട്ടെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എംബൻ്റെ പേപ്പർ ഉപയോഗിച്ച് തന്നെ അതിനെയും കൂടെ നമുക്ക് പേപ്പർ ചെയ്തെടുക്കാം. ഇപ്പോൾ പോട്ടെല്ലാം പേപ്പറെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം പിന്നെ നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കളർ കൊടുക്കുക എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആക്രിലിക്കിൻ്റെ ടെറാക്കോട്ടയും കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 പെയിൻറ്റ് മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.